യെസ്, ഇതാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രതികരണം. സ്വാഭാവികമാണ്, രാഷ്ട്രീയമായി തന്നെ ഇതിനെ നേരിടും എന്നുള്ളതാണ് CPM-ന്റെ പൊതുവായ പ്രതികരണമായി വരുന്നത്. ഇത് രാഷ്ട്രീയമായ വേട്ടയാടൽ ആണ് എന്നതാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പറഞ്ഞത്. രാഷ്ട്രീയമായ വേട്ടയാടൽ എന്നതായിരുന്നു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ പ്രതികരണം. CPIM ഇത് ഒരേ സ്വരത്തിൽ തന്നെയാണ് വിലയിരുത്തുന്നത്, ഒരേ സ്വരത്തിലുള്ള പ്രതിഷേധവും ആണ് ഉയരുന്നത്. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾ ആണല്ലോ ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് എന്നതിനെ അത് നിയമപരമായി നേരിടേണ്ട ഒന്നാണ്. പക്ഷേ മകളുമായി ബന്ധപ്പെട്ട വിഷയത്തെ പൊളിറ്റിക്കലി വേട്ടയാടുന്നു, അതിന് പിണറായി വിജയനിലേക്ക് എത്തിക്കുന്നു, CPM-ലേക്ക് എത്തിക്കുന്നു. അതാണ് ഇപ്പോഴും CPIM ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നേരത്തെ അരുണായിരുന്നു തിരുവനന്തപുരത്ത് എന്ന വാർത്ത നൽകിക്കൊണ്ടിരുന്നത്. അരുൺ, അവിടെ പരിശോധന ഇനിയിപ്പോൾ ഒരുപാട് നീളുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം മറ്റിടങ്ങളിലൊക്കെ പരിശോധന ഏതാണ്ട് പൂർത്തിയായി അവർ മടങ്ങിയിട്ടുണ്ട്. ഇവിടെയും ചില സാങ്കേതികമായ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്തെങ്കിലുമൊക്കെ വസ്തുക്കൾ അവിടുന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോകുന്നുവെങ്കിൽ അത് ഔദ്യോഗികമായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഒന്നും പിടിച്ചെടുക്കുന്നില്ല എങ്കിൽ അക്കാര്യവും വ്യക്തമാക്കേണ്ടതുണ്ട്. പക്ഷേ EDയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് ആ ഡോക്യുമെന്റിന്റെ പ്രാധാന്യം എന്ത്, അതൊന്നും നമുക്ക് പിടിച്ചെടുത്താലും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈ നടപടിക്രമങ്ങൾ ഒക്കെ പൂർത്തിയായി ഏതാണ്ട് 3 മണിക്ക് മുമ്പ് തന്നെ ഇവർ പുറത്തേക്ക് ഇറങ്ങും എന്ന് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാൻ? അങ്ങനെയാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനപ്പുറത്തേക്ക് കാര്യമായി അകത്ത് റെയ്ഡുടെ ഉദ്യോഗസ്ഥരുമായൊന്നും ഒരു കോൺടാക്ട് ഇവിടെ ആർക്കും ഇതുവരെ ഇല്ല. പക്ഷേ റെയ്ഡ് നേരത്തെ തന്നെ പൂർത്തിയായി, എന്റെ നടപടിക്രമങ്ങൾ ബാക്കിയുണ്ട്. അഭിലാഷ് സൂചിപ്പിച്ച പോലെ എന്തെല്ലാം രേഖകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ അതുമൊക്കെ രേഖപ്പെടുത്തേണ്ട നടപടിക്രമം ബാക്കിയുണ്ട്. അതാകും ഒരുപക്ഷെ ഇപ്പോൾ നടക്കുക. അകത്തുനിന്ന് ആരും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല, ഉദ്യോഗസ്ഥർ, ഉള്ളിലുള്ള ഉദ്യോഗസ്ഥർ മാത്രം. പക്ഷേ ഇവിടെ പോലീസിലൊക്കെ കൃത്യമായ നിർദ്ദേശം നേരത്തെ ലഭിച്ചിരുന്നു, അല്പസമയത്തിനകം റെയ്ഡ് അവസാനിക്കും, പുറത്തേക്ക് ഇറങ്ങി ഈ അന്വേഷണ സംഘം ഉദ്യോഗസ്ഥർ എത്തുമെന്ന സൂചനകളൊക്കെ നേരത്തെ പുറത്തു വന്നു. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ CPM-ന്റെ സംസ്ഥാന സമിതി അടക്കമുള്ളവർ ഇവിടെയുണ്ട്. റെയ്ഡ് ഏകദേശം പൂർത്തിയായെന്നൊരു സൂചനയാണ് വരുന്നത്. റെയ്ഡ് പൂർത്തിയായെന്ന് 1 മണിക്കൂറായിട്ട് കേൾക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എത്ര സമയമാണല്ലോ പ്രധാനം. 7 മണിക്കൂറായി റെയ്ഡ് തുടരുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു തത്രപ്പാടിലായിരിക്കും. ഇപ്പോൾ പൂർത്തിയായ സ്ഥലങ്ങളിൽ നിന്ന് അവർക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതാണ് കേൾക്കുന്നത്. ഇതൊരു അന്യായമായി പോയി, ഇത് മര്യാദകേടായി പോയി. യഥാർത്ഥത്തിൽ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പാടില്ലായിരുന്നു. 7.5 മണിക്കൂറിലേറെയായി CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിന്, പ്രതിപക്ഷ നേതാവിന് പുറം ലോകവുമായി ബന്ധമില്ലാത്ത തരത്തിൽ ഒരു തടങ്കൽ കൂടെയല്ലേ ശരിക്കും? അതെ, നിശ്ചയമായിട്ടും അവർക്ക് എന്തെങ്കിലും ഇക്കാര്യത്തിൽ വീണയിൽ നിന്ന് എന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ കടലാസുകളോ എന്തെങ്കിലും കിട്ടണമെങ്കിൽ അവർ ചോദിച്ചാൽ കിട്ടുമായിരുന്നല്ലോ. അവർ കൊടുത്തില്ലെങ്കിൽ മാത്രമല്ലേ അതിക്രമിച്ച് വീട്ടിൽ കയറേണ്ട കാര്യമുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് 10 വർഷക്കാലം നമ്മുടെ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായിട്ടുള്ള ഒരു നേതാവിനെ ഒരു കാരണവും കൂടാതെ തടങ്കലിൽ വെച്ചേക്കല്ലേ. അവിടെ വീണയുടെ അച്ഛനായി പോയി എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും എന്ത് കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ അതാണ് കേരളം എന്നിപ്പോൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അതാണ് വീണ എക്സാലോജിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഉടമസ്ഥ. ഇപ്പോൾ ഈ ആക്ഷേപങ്ങളെ ഭയന്ന കമ്പനി തന്നെ അവർ അവസാനിപ്പിച്ചു എന്നാണ് അറിയുന്നത്. നമ്മുടെ ഈ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിൽ ഏതാണ്ട് 1000-ഓളം വരുന്ന IT കമ്പനികളുണ്ട്. അതിൽ മഹാഭൂരിപക്ഷം വരുന്ന കമ്പനികളുടെയും തലപ്പത്തിരിക്കുന്നത് വനിതകളാണ്. അതുപോലൊരു ചെറിയ കമ്പനി ബാംഗ്ലൂരിൽ ആരംഭിച്ച് അവരവരുടെ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ അവരെ സമ്മതിച്ചില്ല. അങ്ങയുടെ മകളായതുകൊണ്ട് മാത്രം, അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യം പറയാൻ സാധിക്കും. അപ്പോൾ വളരെ അന്യായമായിട്ടുള്ള, ഒരിക്കലും ചെയ്തുകൂടാത്തതായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രതിയോഗിയെ കരിവാരി തേച്ച് അപമാനിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഒരു കാര്യവുമില്ലാതെ അദ്ദേഹത്തെ ഏതാണ്ട് തടങ്കലിൽ വെച്ചിരിക്കുന്നത് പോലെ. ഭാര്യയുണ്ട്, ചെറുമകനുണ്ട്, ചെറിയ കുട്ടിയുണ്ട്. അവരൊക്കെ യഥാർത്ഥത്തിൽ തടങ്കലിൽ പെട്ടിരിക്കുന്ന പോലെ പെട്ടിരിക്കുകയല്ലേ. ഒരിക്കലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു അന്യായമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റ് ഇതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്നലെ ഡൽഹിയിലാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടുവന്ന ആഭ്യന്തരമന്ത്രിയെ കാണുന്നുണ്ട്. അതുമായിട്ട് കണക്ട് ചെയ്താണ് CPM-ന്റെ ആരോപണങ്ങൾ വരുന്നത്. നിശ്ചയമായിട്ടും VD സതീശന്റെ ഒരു വളഞ്ഞ ബുദ്ധിയുണ്ടല്ലോ. എല്ലാം നുണ പറയുക, കള്ളം പറയുക. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെ, പഴയ മുഖ്യമന്ത്രിയെ എങ്ങനെയെല്ലാം താറടിക്കാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം താറടിക്കുക. അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സതീശൻ പ്രവർത്തിക്കുന്നത്. സതീശൻ ഡൽഹിയിലെത്തിയതിന്റെ പരിണിത ഫലമാണ് യഥാർത്ഥത്തിൽ ഇന്ന് രാവിലെ തന്നെയുള്ള ഈ കയറ്റം എന്ന് പറയുന്നത്. അന്യായമായിട്ടുള്ള കയറ്റം. എല്ലാ കോടതികളും, എല്ലാ അന്വേഷണ ഏജൻസികളും ഈ ചവറ്റുകുട്ടയിലേക്ക് തള്ളിയ, എന്തിനാ ടോയ്ലറ്റിലേക്ക് വലിച്ചെറിഞ്ഞ ഒരു വിഷയമാണ് എക്സാലോജിക്കിന്റെ ഈ മാസപ്പടി കേസ് എന്ന് പറയുന്നത്.
തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ CPM പറഞ്ഞു ഇത്തരം അന്വേഷണം ഉണ്ടാകുമെന്നൊരു ആശങ്ക നേരത്തെ രേഖപ്പെടുത്തിയത് CPM പലപ്പോഴും തിരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ. പക്ഷെ അതിനുശേഷമാണ് ഇത് ഉണ്ടാകുന്നത്. അതെ, നിശ്ചയമായിട്ട് ആശങ്ക ശരിയാണെന്ന് വരുന്നൊരു മട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അന്യായമായിട്ടുള്ള ഈ ആക്രമണത്തിനെതിരെ മനസാക്ഷിയുള്ള കേരളത്തിലെ ജനങ്ങളാകമാനം പ്രതിഷേധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആരുടെയും ഒരു നിർദ്ദേശമൊന്നും കൂടാതെ ഇന്ന് സംസ്ഥാനത്താകെ തെരുവിലിറങ്ങിയ ജനങ്ങൾ അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അതാണ് CPM സംസ്ഥാന സമിതി അംഗം കടകംപള്ളി നിലപാട്. ഇപ്പോൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.